വാച്ച് മാക്വിഷൻ 4. നമസ്കാരം. മാക്വിഷൻ ന്യൂസ് റൗണ്ടപ്പിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ 8 നിലയിൽ പൊട്ടിയ മക്കെയിൻ കാഞ്ഞങ്ങാട്ടുള്ള മാക്വിഷൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മക്കെയിൻ, ഈ ന്യൂസ് റൗണ്ടപ്പിലേക്ക് താങ്കൾക്ക് സ്വാഗതം. മക്കെയിൻ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? മക്കെയിൻ, ഇച്ചരൂടെ ശബ്ദം കൂട്ടിയ നല്ലതായിട്ട് കേൾക്കാം. എന്തായിരുന്നു താങ്കളുടെ ഈ പരാജയത്തിന് പിന്നിലുള്ള കാരണം? എന്തുകൊണ്ടാണ് താങ്കൾ പരാജയപ്പെട്ടത്? ഒന്ന് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിക്കാം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ മക്കെയിൻ? അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? മിസ്റ്റർ മക്കെയിൻ, എന്തുകൊണ്ട് താങ്കൾ തോറ്റു എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. മക്കെയിനിലുണ്ട് മാക്വിഷനിലുണ്ട്. മാക്വിഷൻ വീണ്ടും താങ്കളിലേക്ക് തിരിച്ചു വരുന്നതാണ്. ബറാക് ഒബാമ, അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ബറാക് ഒബാമ ഇപ്പോൾ നമ്മളോടൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബറാക് ഒബാമ, എന്താണ് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നത്? ഇത്രയും വലിയൊരു വിജയത്തിന് ശേഷം എങ്ങനെയാണ് താങ്കൾ ഈ വിജയം കൊണ്ടാടിയത്? പ്രേക്ഷകർക്ക് അറിയാനും വളരെയേറെ താല്പര്യമുണ്ട്. ഇന്നലെ പിന്നെ രാത്രി ബുദ്ധി കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കുറെ പൊട്ടാസൊക്കെ പൊട്ടിച്ച് അടിച്ച് പൊളിച്ച് പിരിയായിട്ടിരിക്കുകയായിരുന്നു. മാലപ്പടക്കം ഒരെണ്ണം കഴുത്താലിരുന്നാ പൊട്ടിയത്. മാലയാന്ന് വിചാരിച്ച് കഴുത്തായിട്ട് നോക്കിയത്. ബറാക് ഒബാമ, എന്തെല്ലാമാണ് താങ്കളുടെ കലാപരമായ കഴിവുകൾ? പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. കലാപരമായ പരിപാടികൾ എന്ന് പറയുന്നത് പണ്ട് സ്കൂളിൽ വെച്ച് മിമിക്രിയുടെ ഒരു ചെറിയൊരു അസ്കൃതി ഉണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ അനുകരിക്കുന്ന നടനെന്ന് പറയുന്നത് ലാലു ലക്സാണ്. ഞങ്ങൾ ചെറിയൊരു ഐറ്റം കാണിക്കാം. അമ്മച്ചി എപ്പോഴും പറയും, മേലടത്ത ഇട്ടിച്ചന്റെ മോൻ ഈ പണിക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ലെന്നാ. പിന്നെ വെറുതെ പട്ടണി കിടന്ന് ചായ ഉണ്ടല്ലോ എന്ന് കരുതി ഈ പണിക്ക് വന്നതാ. എങ്ങനെയായിരുന്നു താങ്കളുടെ വിവാഹം? ഒരു പ്രണയ വിവാഹമായിരുന്നു? എൻ്റെ മാരേജ് ശരിക്കൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പടുംതുരുത്തി പോയാണ് ഞാൻ പെണ്ണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ കുറച്ച് അമ്മാവന്മാരൊക്കെ ആയിട്ട് പോയി പെണ്ണ് കാണാറുണ്ട്. പെണ്ണ് വന്ന് നോക്കിയപ്പം ഒരു വെളുപ്പം കർമ്മന്മാരുടെ ഇരിക്കുന്നു. The change that we can believe in. മാറ്റമായിരുന്നല്ലോ താങ്കളുടെ താങ്കളുടെ പ്രചാരണ വേളകളിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച വാക്ക്. എന്ത് മാറ്റമാണ് താങ്കൾ കാണുന്നത്? അമേരിക്കൻ ജനതയ്ക്ക് എന്ത് മാറ്റമാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? അമേരിക്കൻ ജനതയ്ക്ക് വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ച മാറ്റം എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യനിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റിലേക്കുള്ള എൻ്റെ മാറ്റം, അതാണ്. നന്ദി ഒബാമ പ്രതികരിച്ചതിന്. ഞാൻ നികേഷ് കുമാർ, മാക്വിഷൻ സ്റ്റുഡിയോ, കോട്ടയം.